വെൽക്കം ടു വേൾഡ് മാലോ. 2024 കേരളവുമായി ബന്ധപ്പെട്ട ഇയർ ആൻഡ് കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഇതിൻ്റെ PDF നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏകദേശം 600ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. PDF വേണ്ടവർ ഇൻസ്റ്റഗ്രാമിലോ മെയിൽ ID-യിലോ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബൊറേലിയ ബർഗ്ഡോർഫെറി. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബൊറേലിയ ബർഗ്ഡോർഫെറി. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. കണ്ണൂർ തളിപ്പറമ്പ് ഏത് പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്? ഇടം പദ്ധതി. കണ്ണൂർ തളിപ്പറമ്പ് ഏത് പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്? ഇടം പദ്ധതി. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ 91. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ 91. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. കുടുംബശ്രീയുടെ ലഞ്ചബിൾ പദ്ധതിയുടെ ഭാഗമായി ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ പോക്കറ്റ് മാർട്ട്. കുടുംബശ്രീയുടെ ലഞ്ചബിൾ പദ്ധതിയുടെ ഭാഗമായി ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ പോക്കറ്റ് മാർട്ട്. വിദ്യാർത്ഥികളിൽ നേതൃത്വ ഗുണം ശക്തിപ്പെടുത്താനായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പരീക്ഷണാത്മക പഠന പരിപാടിയുടെ പേര് പ്രേരണ. വിദ്യാർത്ഥികളിൽ നേതൃത്വ ഗുണം ശക്തിപ്പെടുത്താനായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പരീക്ഷണാത്മക പഠന പരിപാടിയുടെ പേര് പ്രേരണ. കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെ? നന്ദിയോട് ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം. കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെ? നന്ദിയോട് ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. സംരംഭ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വ്യാവസായിക വകുപ്പിന്റെ പുരസ്കാരത്തിന് അർഹയായ വനിതാ സംരംഭക പമേല അന്ന മാത്യൂസ്. സംരംഭ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വ്യാവസായിക വകുപ്പിന്റെ പുരസ്കാരത്തിന് അർഹയായ വനിതാ സംരംഭക പമേല അന്ന മാത്യൂസ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായ എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായ എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണന്റെ ഏത് കൃതിക്കാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്? കവിത മാംസഭോജിയാണ്. PN ഗോപികൃഷ്ണന്റെ ഏത് കൃതിക്കാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്? കവിത മാംസഭോജിയാണ്. വിനോദസഞ്ചാരികൾക്ക് തുളസിച്ചെടികളെക്കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ വേണ്ടി സംസ്ഥാന വനം വകുപ്പ് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് തുളസി വനം ആരംഭിച്ചത്? കോന്നി, പത്തനംതിട്ട. വിനോദസഞ്ചാരികൾക്ക് തുളസിച്ചെടികളെക്കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ വേണ്ടി സംസ്ഥാന വനം വകുപ്പ് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് തുളസി വനം ആരംഭിച്ചത്? കോന്നി, പത്തനംതിട്ട. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. റിപ്പബ്ലിക് ദിന പരേഡിൽ ദില്ലി പോലീസ് സംഘത്തെ 2 തവണ നയിച്ച ആദ്യ വനിതയും മലയാളിയുമായ IPS ഉദ്യോഗസ്ഥ ശ്വേത K. സുഗതൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ ദില്ലി പോലീസ് സംഘത്തെ 2 തവണ നയിച്ച ആദ്യ വനിതയും മലയാളിയുമായ IPS ഉദ്യോഗസ്ഥ ശ്വേത K. സുഗതൻ. സംസ്ഥാനത്തിന്റെ ആദ്യത്തെ AI പ്രോസസർ കൈരളി. സംസ്ഥാനത്തിന്റെ ആദ്യത്തെ AI പ്രോസസർ കൈരളി. ലക്ഷദ്വീപിലെ വാർത്താവിനിമയ സംവിധാനം മെച്ചപ്പെടുത്താൻ കൊച്ചിയെയും ലക്ഷദ്വീപിനെയും കടലിനടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ വാർത്താവിനിമയ സംവിധാനം മെച്ചപ്പെടുത്താൻ കൊച്ചിയെയും ലക്ഷദ്വീപിനെയും കടലിനടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ നടന വൈഭവത്തിന്റെ ആഴം അനുഭവിപ്പിക്കുന്ന രചനയായ
മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? MK സാനു. മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ നടന വൈഭവത്തിന്റെ ആഴം അനുഭവിപ്പിക്കുന്ന രചനയായ മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് MK സാനു. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 ജേതാവ് ചിത്ര വിശ്വേശ്വരൻ. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 ജേതാവ് ചിത്ര വിശ്വേശ്വരൻ. ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഓന്തിന്റെ പേര് വടക്കൻ കങ്കാരു ഓന്ത്. ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഓന്തിന്റെ പേര് വടക്കൻ കങ്കാരു ഓന്ത്. മുൻ MLAയും VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ VKC മമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം. മുൻ MLAയും VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ VKC മമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം. ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നോൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യ. ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യ. കേരളത്തിലെ ആദ്യ മിലിമാർട്ട് നിലവിൽ വന്നത് എവിടെ? പഴവങ്ങാടി, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ മിലിമാർട്ട് നിലവിൽ വന്നത് എവിടെ? പഴവങ്ങാടി, തിരുവനന്തപുരം. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം മലപ്പുറം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന്? 2024 ജൂൺ 23. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നാണ് 2024 ജൂൺ 23. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. കിടപ്പുരോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതി അരികെ. കിടപ്പുരോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതി അരികെ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം വയനാട്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം വയനാട്. 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വന ഉൽപ്പന്നം നിലമ്പൂർ തേക്ക്. 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വന ഉൽപ്പന്നം നിലമ്പൂർ തേക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. 2024 ജൂലൈയിൽ അന്തരിച്ച ആരോമണി എന്ന M മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ. 2024 ജൂലൈയിൽ അന്തരിച്ച ആരോമണി എന്ന M മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? ED മുഹമ്മദ് ബഷീർ. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ED മുഹമ്മദ് ബഷീർ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന്റെ കീഴിലുള്ള അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെ? ചൊവ്വായൂർ, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന്റെ കീഴിലുള്ള അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെ? ചേവായൂർ, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപ്പിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല? വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപ്പിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല? വയനാട്. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചത് എവിടെ? പുലിക്കയം, കോഴിക്കോട്. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചത് എവിടെ? പുലിക്കയം, കോഴിക്കോട്. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഹൈബി ഈഡർ. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഹൈബി ഈഡർ. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി? പുസ്തകത്തോണി. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി? പുസ്തകത്തോണി.
തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് ക്യൂഫീൽഡ്. തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് ക്യൂഫീൽഡ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ, കോഴിക്കോട്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ, കോഴിക്കോട്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. SSLC, +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതി ഹോപ്പ്. SSLC, +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതി ഹോപ്പ്. വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പുരപ്പുറ സൗരോർജ്ജ വൈദ്യുത പദ്ധതി. വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പുരപ്പുറ സൗരോർജ്ജ വൈദ്യുത പദ്ധതി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനം ശ്രീശക്തി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനം ശ്രീശക്തി. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? പ്രിയങ്ക ഗാന്ധി. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? പ്രിയങ്ക ഗാന്ധി. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? UR പ്രദീപ്. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UR പ്രദീപ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. സത്യപ്രതിജ്ഞ എന്നതിനു പകരം വന്ന വാക്ക് ശപഥം. സത്യപ്രതിജ്ഞ എന്നതിനു പകരം വന്ന വാക്ക് ശപഥം. അന്ധവിശ്വാസ പ്രമേയം എന്നതിനു പകരം വന്ന വാക്ക് അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. അന്ധവിശ്വാസ പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. നന്ദി പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നന്ദി രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. നന്ദി പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നന്ദി രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346 രൂപ. കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346 രൂപ. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനി എയർ കേരള. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനി എയർ കേരള. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിൽ ഒന്നായിരുന്ന 99 വെള്ളപ്പൊക്കത്തിന്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100-ാം വാർഷികം. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിൽ ഒന്നായിരുന്ന 99 വെള്ളപ്പൊക്കത്തിന്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100-ാം വാർഷികം. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്ന പേര് നഗർ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്ന പേര് നഗർ. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെ? മുട്ടത്തറ, തിരുവനന്തപുരം. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെ? മുട്ടത്തറ, തിരുവനന്തപുരം. ദരിദ്രരും ദുർബലനുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം. രണ്ടായിരത്തി 2024 അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ
ഡോക്ടർ MS വല്യത്താൻ. 2024 അന്തരിച്ച ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതി പോഡ. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതി പോഡ. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി P. തങ്കപ്പൻ നായർ. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി P. തങ്കപ്പൻ നായർ. 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ്? ഓണവില്ല്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ്? ഓണവില്ല്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചി. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചി. കേരളത്തിലെ ആദ്യ പാസ്പോർട്ട് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. കേരളത്തിലെ ആദ്യ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ കേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ കേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊച്ചി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊച്ചി. കേരള ഡിജിറ്റൽ സർവകലാശാല നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് കൈരളി AI ചിപ്പ്. കേരള ഡിജിറ്റൽ സർവകലാശാല നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് കൈരളി AI ചിപ്പ്. 2024 ജനുവരി 22 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. 2024 ജനുവരി 22 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര സ്വീകാര്യതയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം കേരളം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര സ്വീകാര്യതയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗത്തെ നാഴികക്കല്ലായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ തീരമണഞ്ഞ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗത്തെ നാഴികക്കല്ലായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ തീരമണഞ്ഞ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. ആഗോള പ്രവാസികളുടെ സംഗമം എന്നറിയപ്പെടുന്ന ലോക കേരള സഭയുടെ 4ാം സമ്മേളനം നടന്നത് എപ്പോൾ? 2024 ജൂൺ 13 തൊട്ട് 15 വരെ. ആഗോള പ്രവാസികളുടെ സംഗമം എന്നറിയപ്പെടുന്ന ലോക കേരള സഭയുടെ 4ാം സമ്മേളനം നടന്നതെപ്പോൾ? 2024 ജൂൺ 13 തൊട്ട് 15 വരെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും മറ്റു പരാതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നതിന് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് സി-വിജിൽ ആപ്പ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും മറ്റു പരാതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നതിന് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് സി-വിജിൽ ആപ്പ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്സ് ആൻഡ് സയൻസും ചേർന്ന് സംഘടിപ്പിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിജ്ഞാനോത്സവമായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ കേരളയുടെ വേദി ബയോ 360 ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്സ് ആൻഡ് സയൻസും ചേർന്ന് സംഘടിപ്പിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിജ്ഞാനോത്സവമായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ കേരളയുടെ വേദി ബയോ 360 ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് വോട്ടിംഗ് എളുപ്പമാക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് സക്ഷം മൊബൈൽ ആപ്പ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് വോട്ടിംഗ് എളുപ്പമാക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് സക്ഷം മൊബൈൽ ആപ്പ്. 2024
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ തയ്യാറാക്കിയ പോർട്ടൽ ഓർഡർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വിവരങ്ങൾ കൈകാര്യം ചെയ്യാനായി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ തയ്യാറാക്കിയ പോർട്ടൽ ഓർഡർ. ഭിന്നശേഷി വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും സാമൂഹിക നീതി വകുപ്പ് മുഖാന്തരം വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി പരിണയം. ഭിന്നശേഷി വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും സാമൂഹിക നീതി വകുപ്പ് മുഖാന്തരം വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി പരിണയം. കേരള മീഡിയ അക്കാദമിയുടെ ഈ വർഷത്തെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട പത്രപ്രവർത്തകൻ വായിൽ ദഹദു. കേരള മീഡിയ അക്കാദമിയുടെ ഈ വർഷത്തെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട പത്രപ്രവർത്തകൻ വായിൽ ദഹദു. ലോകത്തിലെ വൃത്തിയുള്ള ബീച്ചുകൾക്കായി ഡെൻമാർക്കിലെ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ നൽകുന്ന ഇക്കോ ലേബൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റിന് അർഹത നേടിയ കേരളത്തിലെ ബീച്ച് കാപ്പാട്. ലോകത്തിലെ വൃത്തിയുള്ള ബീച്ചുകൾക്കായി ഡെൻമാർക്കിലെ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ഇക്കോ ലേബൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റിന് അർഹത നേടിയ കേരളത്തിലെ ബീച്ച് കാപ്പാട്. ട്രാൻസ്ജെൻഡർ സമൂഹത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതി സാകല്യം. ട്രാൻസ്ജെൻഡർ സമൂഹത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതി സാകല്യം. റബ്ബർ ഗവേഷണ വികസന രംഗത്തെ മികച്ച സംഭാവനകൾക്ക് അന്താരാഷ്ട്ര റബ്ബർ ഗവേഷണ കേന്ദ്ര ബോർഡ് ഏർപ്പെടുത്തിയ BC ശേഖർ അവാർഡ് ജേതാവ് ഡോക്ടർ C കുരുവിള ജേക്കബ്. റബ്ബർ ഗവേഷണ വികസന രംഗത്തെ മികച്ച സംഭാവനകൾക്ക് അന്താരാഷ്ട്ര റബ്ബർ ഗവേഷണ ബോർഡ് ഏർപ്പെടുത്തിയ BC ശേഖർ അവാർഡ് ജേതാവ് ഡോക്ടർ C കുരുവിള ജേക്കബ്. C കേശവന്റെ സ്മരണയ്ക്കായി C കേശവൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ C കേശവൻ അവാർഡ് ജേതാവ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ. C കേശവന്റെ സ്മരണയ്ക്കായി C കേശവൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ C കേശവൻ അവാർഡ് ജേതാവ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂർ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 2023 അർഹനായ എഴുത്തുകാരൻ SK വസന്തൻ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 2023 അർഹനായ എഴുത്തുകാരൻ SK വസന്തൻ. കേരളത്തിലെ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വനിത ജയന്തി കൃഷ്ണൻ. കേരളത്തിലെ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വനിത ജയന്തി കൃഷ്ണൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന പദ്ധതി K-സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന പദ്ധതി K-സ്മാർട്ട്. ഫ്രഞ്ച് സർക്കാർ നൽകുന്ന ബഹുമതിയായ ഷെവലിയർ ലിജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളി പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ്. ഫ്രഞ്ച് സർക്കാർ നൽകുന്ന ബഹുമതിയായ ഷെവലിയർ ലിജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളി പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഏതു പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ട് മാറിയത്? ഇടം പദ്ധതി. ഏതു പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലമായിട്ട് മാറിയത്? ഇടം പദ്ധതി. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ സ്ക്വയർ. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ. അപൂർവ രോഗപരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് തുടക്കം കുറിച്ച പദ്ധതി കെയർ. അപൂർവ രോഗപരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് തുടക്കം കുറിച്ച പദ്ധതി കെയർ. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദ്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എത്രയാണ്? 346 രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എത്രയാണ്? 346 രൂപ. PJ ആന്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ കരിവള്ളൂർ മുരളി. PJ ആന്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ കരിവള്ളൂർ മുരളി.
മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷര ഉത്സവത്തിൽ ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതി ക്വാർട്ടർ ലൈഫ്, രചയിതാവ് ദേവിക റെഗെ. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷര ഉത്സവത്തിൽ ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതി ക്വാർട്ടർ ലൈഫ്, രചയിതാവ് ദേവിക റെഗെ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാന ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. സംസ്ഥാന ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി KR മീര. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി KR മീര. മലയാള സിനിമയിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആടുജീവിതം. മലയാള സിനിമയിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആടുജീവിതം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ ജില്ല കാസർഗോഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ ജില്ല കാസർഗോഡ്. ഓട്ടോ ഡ്രൈവർമാരെ മുഖ്യധാര ടൂറിസം വികസനത്തിന്റെ ഭാഗമാക്കാനും വയനാട് കാണാനെത്തുന്ന വിദേശികളടക്കമുള്ള സഞ്ചാരികളെ ഓട്ടോറിക്ഷയിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തിക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് നാട്ടിൽ ആരംഭിച്ച പദ്ധതി ടുക് ടുക് ടൂർ. ഓട്ടോ ഡ്രൈവർമാരെ മുഖ്യധാര ടൂറിസം വികസനത്തിന്റെ ഭാഗമാക്കാനും വയനാട് കാണാനെത്തുന്ന വിദേശികളടക്കമുള്ള സഞ്ചാരികളെ ഓട്ടോറിക്ഷയിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തിക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് നാട്ടിൽ ആരംഭിച്ച പദ്ധതി ടുക് ടുക് ടൂർ. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനംവകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനംവകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും സമൂഹത്തിലെ സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവിന് വേദിയായ നഗരം കൊച്ചി. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും സമൂഹത്തിലെ സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവിന് വേദിയായ നഗരം കൊച്ചി. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന OTT പ്ലാറ്റ്ഫോം സി സ്പേസ് കേരള. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന OTT പ്ലാറ്റ്ഫോം സി സ്പേസ് കേരള. ആദിശങ്കര ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ S സോമനാഥ്. ആദിശങ്കര ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ S സോമനാഥ്. ഇന്ത്യയിലെ ആദ്യ സോളാർ എയർ കണ്ടീഷൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെ? കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യ സോളാർ എയർ കണ്ടീഷൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെ? കണ്ണൂർ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ശ്യാം കൃഷ്ണൻ. കൃതി മീശക്കള്ളൻ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ശ്യാം കൃഷ്ണൻ. കൃതി മീശക്കള്ളൻ. അരവിന്ദ് പനഗരിയ അധ്യക്ഷനായി രൂപവൽക്കരിച്ച 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിതനായ മലയാളി ആനി ജോർജ് മാത്യു. അരവിന്ദ് പനഗരിയ അധ്യക്ഷനായി രൂപവൽക്കരിച്ച 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിതനായ മലയാളി ആനി ജോർജ് മാത്യു. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടാൻ കേരള പോലീസ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഓപ്പറേഷൻ ഡി ഹണ്ട്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടാൻ കേരള പോലീസ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഓപ്പറേഷൻ ഡി ഹണ്ട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ഉണ്ണി അമ്പയമ്പലം. കൃതി അൽഗോരിതങ്ങളുടെ നാട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ഉണ്ണി അമ്മയമ്പലം. കൃതി അൽഗോരിതങ്ങളുടെ നാട്. രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ ആരംഭിക്കുന്നത് എവിടെ? വിഴിഞ്ഞം തുറമുഖം. രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ ആരംഭിക്കുന്നത് എവിടെ? വിഴിഞ്ഞം തുറമുഖം. 2024 കേരള മന്ത്രിസഭയിലെത്തിയ പുതിയ മുഖ്യമന്ത്രി ആരാണ്? OR കേളു. 2024 കേന്ദ്ര മന്ത്രിസഭയിലെത്തിയ പുതിയ മുഖ്യമന്ത്രി ആരാണ്? OR കേളു.
റേഷൻ കടകളിലെത്തി റേഷൻ കൈപ്പറ്റാൻ സാധിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ റേഷൻ വീടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഒപ്പം. റേഷൻ കടകളിലെത്തി റേഷൻ കൈപ്പറ്റാൻ സാധിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ റേഷൻ വീടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഒപ്പം. കേരള സർവകലാശാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചുവന്ന മനുഷ്യൻ എന്ന നോവൽ എഴുതിയതാരാണ്? കോട്ടയം പുഷ്പനാഥ്. കേരള സർവകലാശാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചുവന്ന മനുഷ്യൻ എന്ന നോവൽ എഴുതിയതാരാണ്? കോട്ടയം പുഷ്പനാഥ്. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഇടം പിടിച്ച കേരളത്തിലെ ഏക പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ, മലപ്പുറം. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഇടം പിടിച്ച കേരളത്തിലെ ഏക പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ, മലപ്പുറം. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിൻ നൽകിയ പേര് നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിന് നൽകിയ പേര് നെല്ലിക്ക. പകൽ സമയങ്ങളിൽ വയോജനങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടൽ, വിരസത, സുരക്ഷിത ഇല്ലായ്മ തുടങ്ങിയവ മൂലം അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സായം പ്രഭ. പകൽ സമയങ്ങളിൽ വയോജനങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടൽ, വിരസത, സുരക്ഷിതയില്ലായ്മ തുടങ്ങിയവ മൂലം അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സായം പ്രഭ. പട്ടികജാതി വർഗ വിഭാഗങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന മേഖലകളെ കോളനി എന്ന അഭിസംബോധന ചെയ്യുന്നത് ഒഴിവാക്കി പകരം നഗർ, ഉന്നതി എന്നീ പേരുകളിൽ അറിയണമെന്ന് ഉത്തരവിറക്കിയ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. പട്ടികജാതി വർഗ വിഭാഗങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന മേഖലകളെ കോളനി എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഒഴിവാക്കി പകരം നഗർ, ഉന്നതി എന്നീ പേരുകളിൽ അറിയണമെന്ന് ഉത്തരവിറക്കിയ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകൾക്കായി കമുകറ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കമുകറ സംഗീത പുരസ്കാരം 2024 അർഹനായ സംഗീത സംവിധായകൻ റെജി അമൽദേവ്. മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകൾക്കായി കമുകറ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കമുകറ സംഗീത പുരസ്കാരം 2024 അർഹനായ സംവിധായകൻ ജെറി അമൽദേവ്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് എസ്തർ ഫൗണ്ടേഷന്റെ 2024 അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായ മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂർ. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് എസ്തർ ഫൗണ്ടേഷന്റെ 2024 അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായ മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂർ. രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം നേടിയത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം നേടിയത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. 2024 ജനുവരി 20 മുതൽ 22 വരെ നടന്ന കേരള പ്ലാന്റേഷൻ എക്സ്പോയുടെ വേദി എറണാകുളം കലൂർ സ്റ്റേഡിയം. 2024 ജനുവരി 20 മുതൽ 22 വരെ നടന്ന കേരള പ്ലാന്റേഷൻ എക്സ്പോയുടെ വേദി എറണാകുളം കലൂർ സ്റ്റേഡിയം. കുടുംബശ്രീ ബാലസഭയിലെ അംഗങ്ങളായ കുട്ടികൾക്ക് അറിവിനും സർഗാത്മകതയ്ക്കും ഒപ്പം സംരംഭകത്വത്തിന്റെ നൂതന പാഠങ്ങൾ കൂടി പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനതല ക്യാമ്പയിൻ മൈൻഡ് ബ്ലോവേഴ്സ്. കുടുംബശ്രീ ബാലസഭയിലെ അംഗങ്ങളായ കുട്ടികൾക്ക് അറിവിനും സർഗാത്മകതയ്ക്കും ഒപ്പം സംരംഭകത്വത്തിന്റെ നൂതന പാഠങ്ങൾ കൂടി പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനതല ക്യാമ്പയിൻ മൈൻഡ് ബ്ലോവേഴ്സ്. സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സയ്ക്കായി ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ആരംഭിച്ചത് എവിടെ? റീജിയണൽ ക്യാൻസർ സെന്റർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സയ്ക്കായി ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ആരംഭിച്ചത് എവിടെ? റീജിയണൽ ക്യാൻസർ സെന്റർ, തിരുവനന്തപുരം. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ പ്രമുഖ ഇന്റലിന്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായി നിയമിതനായ മലയാളി സന്തോഷ് വിശ്വനാഥൻ. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ പ്രമുഖ ഇന്റലിന്റെ ഇന്ത്യൻ റീജിയണൽ മേധാവിയായി നിയമിതനായ മലയാളി സന്തോഷ് വിശ്വനാഥൻ. 2024 കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഹ്രസ്വചിത്രം കൈമറ. 2024 കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഹ്രസ്വചിത്രം കൈമറ. സംവിധാനം ഐശ്വര്യ തങ്കച്ചൻ. ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി പ്രാപ്യം. ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി പ്രാപ്യം. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ച മലയാളി അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ച മലയാളി അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി കെ-സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി കെ-സ്മാർട്ട്. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ബാലകേരളം. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ബാലകേരളം. മലയാളത്തിലെ ഏത് പ്രശസ്ത കൃതിയുടെ 80ാം വാർഷികമാണ് 2024 മെയ്യിൽ മാസം ആചരിച്ചത്? ബാല്യകാലസഖി. മലയാളത്തിലെ ഏത് പ്രശസ്ത കൃതിയുടെ 80ാം വാർഷികമാണ് 2024 മെയ് മാസം ആചരിച്ചത്? ബാല്യകാലസഖി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാള പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്കായി 2024 മുതൽ ഏർപ്പെടുത്തിയ പുരസ്കാരം? അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാള പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്കായി 2024 മുതൽ ഏർപ്പെടുത്തിയ പുരസ്കാരം അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം. ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 2024 മാർച്ചിൽ അന്തരിച്ച ചരിത്ര പണ്ഡിതനും എഴുത്തുകാരനുമായ വ്യക്തി? NK ജോസ്. ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 2024 മാർച്ചിൽ അന്തരിച്ച ചരിത്ര പണ്ഡിതനും എഴുത്തുകാരനുമായ വ്യക്തി? NK ജോസ്. സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ജംഗിൾ സഫാരി. സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ജംഗിൾ സഫാരി. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിച്ച ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായ നടൻ രാഘവൻ. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിച്ച ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായ നടൻ രാഘവൻ. കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കല. കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കല. 2024 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കവിയും നിരൂപകനുമായ വ്യക്തി NK ദേശം. 2024 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കവിയും നിരൂപകനുമായിരുന്ന വ്യക്തി NK ദേശം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 7ാമത് TNG പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ചെറുവയൽ രാമൻ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 7ാമത് TNG പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ചെറുവയൽ രാമൻ. 2024 നവംബർ 2-ന് 161ാമത് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിന്റെ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു. 2024 നവംബർ 2-ന് 161ാമത് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിന്റെ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര് ട്രാസ്ന. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര് ട്രാസ്ന. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതി യോദ്ധാവ്. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതി യോദ്ധാവ്. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യ സ്റ്റാർട്ടപ്പ് Hex20. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യ സ്റ്റാർട്ടപ്പ് Hex20. ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കനസ് ജാഗ. ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കനസ് ജാഗ. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും ആധുനിക രീതിയിൽ കൃഷി ചെയ്യുന്ന പദ്ധതി നവോത്ഥാൻ. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും ആധുനിക രീതിയിൽ കൃഷി ചെയ്യുന്ന പദ്ധതി നവോത്ഥാൻ. 2024 അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും പ്രഥമ കേരള പ്രഭ പുരസ്കാര ജേതാവുമായ വ്യക്തി ഓംചേരി NN പിള്ള. 2024 അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും പ്രഥമ കേരള പ്രഭ പുരസ്കാര ജേതാവുമായ വ്യക്തി ഓംചേരി NN പിള്ള. അയിത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച
സവർണ ജാഥയ്ക്ക് 2024 എത്ര വർഷം തികഞ്ഞു? 100. അയിത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 2024 എത്ര വർഷം തികഞ്ഞു? 100. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ നിർമ്മിത. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ നിർമ്മിത. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നേർവഴി. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നേർവഴി. PSLV C57 ഉള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമേത്? കെൽട്രോൺ. PSLV C57 ഉള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് സബ് ലഫ്റ്റനന്റ് അനഘ പി രാജീവ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് സബ് ലഫ്റ്റനന്റ് അനഘ പി രാജീവ്. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അനന്യം. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അനന്യം. അന്തരിച്ച PN നാരായണ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാക്യാർകൂത്ത്. അന്തരിച്ച PN നാരായണ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാക്യാർകൂത്ത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. PDF വേണ്ടവർ ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലേക്കോ കോൺടാക്ട് ചെയ്താൽ മതിയാവും. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.